ക്രിപ്റ്റോക്സ് തലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസ് വമ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. രാജസ്ഥാൻ റോയൽസിനെ പഞ്ഞിക്കിട്ടു എന്ന് പറയേണ്ടി വരും. ഇന്നത്തെ വിജയത്തോടുകൂടി പോയിന്റ് ടേബിളില് വളരെയധികം മുന്നോട്ടേക്ക് ഗുജറാത്ത് കുതിച്ചുയർന്നിട്ടുണ്ട്. 2ാം സ്ഥാനത്തേക്ക് പോയി GT വന്നു. രാജസ്ഥാൻ റോയൽസ് ആവട്ടെ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന കാഴ്ചയും കണ്ടില്ലേ. നമുക്കിനി മത്സരം വിശദമായിട്ട് നോക്കിയാൽ ഇന്നലെ യഥാർത്ഥത്തിൽ ടോസ് കിട്ടിയിട്ട് രാജസ്ഥാൻ ബൗളിംഗ് തിരഞ്ഞെടുത്തു. മത്സരം നമുക്കറിയാലോ, ജയ്പൂരിലാണ് മത്സരം നടന്നത്. വലിയ സ്കോറിലേക്ക് ഇന്നലെ മത്സരം പോകുന്ന കാഴ്ചയും കണ്ടു. GTക്ക് വേണ്ടിയിട്ട് ഓപ്പണിംഗിൽ ശുഭ്മൻ ഗില്ലും സായ് സുദർശൻ ഗിൽ ചേർന്ന് ഓപ്പൺ ചെയ്തു. അവർക്ക് ഫസ്റ്റത്തെ ഓവറിൽ തന്നെ അടിച്ചങ്ങ് പൊട്ടിക്കുന്ന കാഴ്ച. യഥാർത്ഥത്തിൽ ഫസ്റ്റത്തെ ഓവറിൽ 18 റൺസാണ് ജോഫ്രി ആർച്ചർ കൊടുത്തത്. പക്ഷെ ആ ഓവർ നമ്മള് 8 റൺസ് മാത്രമാണ് രാജസ്ഥാൻ ബാറ്റേഴ്സ് കളിച്ചത്. ബാക്കി 10 റൺസ് എക്സ്ട്രാസ് ആണ്. വൈഡ്, നോ ബോള്, വൈഡ് പ്ലസ് സ്കോർ, വീണ്ടും വൈഡ്, വീണ്ടും വൈഡ്. അങ്ങനെ ജോഫ്രി ആർച്ചർ 10 റൺസ് എക്സ്ട്രാസ് കൊടുക്കുന്നു. 8 റൺസ് ബാറ്റേഴ്സ് എടുക്കുന്നു. 18 റൺസ് ആദ്യത്തെ റൺസ് കൂട്ടുന്നു. 2ാമത്തെ ഓവറിൽ തുഷാർ ദേശ്പാണ്ഡെ 8 റൺസ് വീഴുന്നു. 3ാമത്തെ ഓവർ ബ്രിജേഷ് ശർമ്മ വരുന്നു. ആ ഓവറിലും 11 റൺസ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നോ, റിയാൻ പരാഗ് ഇങ്ങനെ കളിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ജയ്സ്വാളാണ് ടീമിനെ നയിച്ചത്. അപ്പൊ ഇന്നലെ പരാഗിന് പകരം ജയ്സ്വാളാണ് ടീമിനെ നയിച്ചത്. പിന്നെ 3ാമത്തെ ഓവർ ബ്രിജേഷ് ശർമ്മക്കും കിട്ടുന്നു 11. 4ാമത്തെ ഓവർ തുഷാർ ദേശ്പാണ്ഡെ ആ ഓവറിൽ 15 കിട്ടുന്നു. ജോഫ്രി ആർച്ചർ വീണ്ടും വരുന്നു 15 റൺസ്. ആർച്ചർ ഇന്നലെ പവർ പ്ലേയിൽ 2 ഓവർ മാത്രം കൊടുത്തിട്ട് 33 റൺസ് ആർച്ചർ വിട്ടു കൊടുക്കുന്ന കാഴ്ച. പവർ പ്ലേ കഴിയുമ്പോൾ അവർ സ്കോർ 82ലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി GT ആനങ്ങടിക്കേണ്ട പ്രശ്നത്തിലാണുള്ളത്. 7ാമത്തെ ഓവറിൽ യാഷ് പുഞ്ചയെ പിള്ളേരെ കൊണ്ടിരുന്നു. 10 റൺസ് വിട്ടുകൊടുക്കുന്നു. 8ാമത്തെ ഓവറിലും റൺസ് അങ്ങ് കിട്ടുന്നു. രവീന്ദ്ര ജഡേജന്റെ 8ാമത്തെ ഓവറാണ് ഒരു അല്പമെങ്കിലും അശോക് 6 റൺസ് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. പിന്നെ 9ാമത്തെ ഓവറിൽ വീണ്ടും യാഷ് പുഞ്ച വരുന്നു. ആ ഓവറിൽ 10 കിട്ടുന്നു. പിന്നെ വീണ്ടും ജഡേജക്ക് വീണ്ടും 6 റൺസ്. 11ാമത്തെ ഓവറിലാണ് ശുഭ്മൻ ഗില്ലിന്റെ നമ്മുടെ സായ് സുരേഷിന്റെ വിക്കറ്റ് പോകുന്നത് യാഷ് രാജിന്. അപ്പോ ടീമിന്റെ ടോട്ടൽ എത്രയിലേക്ക് എത്തി? അവര് അതായത് യാഷ് രാജ് ജോഫ്രി ആർച്ചർ കുറച്ച് പുറത്താകും. ഇവര് ടീമിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 118 റൺസിലേക്ക് ടീം എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ 1 ഡൗണിൽ ജോസ് ബട്ട്ലർ വരുന്നു. ജോസ് ബട്ട്ലർ 10 പന്തിൽ 13 റൺസാണ് ജോസ് ബട്ട്ലർ എടുത്തത്. ബട്ട്ലറുടെ ഒരു 6 എടുക്കും. അപ്പോൾ മറുഭാഗത്ത് ക്യാപ്റ്റൻ ഗില്ല് അദ്ദേഹത്തിന്റെ അടിച്ചങ്ങ് കളിക്കുകയായിരുന്നു. അദ്ദേഹം മികച്ച ബാറ്റ് സംശയങ്ങൾ വേണ്ട. 44 പന്തിൽ 84 റൺസാണ് ഗില്ല് എടുത്തത്. പിന്നെ വാഷിംഗ്ടൺ സുന്ദർ അവസാനത്തെ കളി നമ്മൾ എടുത്തു പറഞ്ഞ് 20 37 റൺസ്. ജേസൺ ഔട്ട് 7 പന്തിൽ 7, ദാവൂദ് ചാവട്ടെ 4 പന്തിൽ 4 പറ്റിട്ട് ടീം ടോട്ടൽ ആവട്ടെ 229. അത് GT സീസണിൽ ഏറ്റവും മികച്ച ടോട്ടലാണ് ഈ സീസൺ വരെ ചെയ്തപ്പോൾ. 229 റൺസ് അവരെടുത്തത്. ബോളിംഗിനായിരുന്നു ജോഫ്രി ആർച്ചർ 3 ഓവറിൽ 46. അവരുടെ പേര് കേട്ട ബോളറെ ആർച്ചർ 41 ദേശ്പാണ്ഡെ 4 ഓവറിൽ 52, നിതേഷ് 4 ഓവറിൽ 47 യാഷ് രാജ് പുഞ്ച് 4 ഓവറിൽ 37, ജഡ് 4 ഓവറിൽ 34 എടുത്തപ്പോൾ ഡൊണോവൻ പെരേര 1 ഓവറിൽ 11-0. ഇങ്ങനെയാണ് ഇന്നിംഗ്സ് അവസാനിച്ചത്. മറുപടി ബാറ്റിംഗിൽ ചേസിംഗിൽ ഇറങ്ങിയ രാജസ്ഥാൻ എന്താണ് സംഭവിച്ചത്? വൈഭവ് സൂര്യവംശിയും ജയ്സ്വാളും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യുന്ന കാഴ്ച. സൂര്യവംശി താൻ നേരത്തെ ഫസ്റ്റ് പന്തിൽ തന്നെ 6 അടിച്ചാൽ തുടങ്ങുന്നത്. അദ്ദേഹം അടിച്ചങ്ങ് പൊട്ടിക്കുന്നു. 3 ഓവറിലാകുമ്പോഴത്തേക്ക് തന്നെ ടീം ടോട്ടൽ 38. ആ ഓവറിൽ വൈഭവ് സൂര്യവംശിയുടെ 35. ടീം ടോട്ടൽ 38 ആകുമ്പോഴത്തേക്ക് സൂര്യവംശി 35ലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അതാണ് നമ്മൾ നോക്കേണ്ടത്. തൊട്ടടുത്ത ഓവറിൽ ജയ്സ്വാളിന്റെ വിക്കറ്റും പറഞ്ഞു വിടുന്നു കഗീസോ റബാഡ. പിന്നെ സിറാജിന് 5ാമത്തെ ഓവറിൽ 22 റൺസ് അടിക്കുന്നുണ്ട്. എന്ത് കാര്യം, പിന്നത്തെ ഓവറിൽ വീണ്ടും ഔട്ടായി പോകുന്നു. ജുറലിന്റെ വിക്കറ്റ് എടുക്കുന്നു. പക്ഷെ ജഡേജ 6 പുറകെട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ 6 ഓവറിൽ 78 റൺസിന് 3 വിക്കറ്റ്. പിന്നെ അങ്ങോട്ടേക്ക് GTക്ക് രാജസ്ഥാൻ കാര്യമായിട്ട് സാധിച്ചിട്ടില്ല. GT ബോളേഴ്സ് വലിഞ്ഞു കൊടുക്കുന്ന കാഴ്ച. 7ാമത്തെ ഓവറിൽ 8 റൺസ് വിട്ടെടുക്കുന്നു. 8ാമത്തെ ഓവർ 2 വിക്കറ്റുകളാണ് വീണത്. നമ്മുടെ ജുറലിനെയും പറഞ്ഞേക്കുന്നു, ഡൊണോവൻ പെരേരയും പറഞ്ഞേക്കുന്നു. റഷീദ് ഖാൻ 9ാമത്തെ ഓവറിൽ 2 റൺസ്, 10ാമത്തെ ഓവറിൽ 6 റൺസ്, 11ാമത്തെ ഓവറിൽ 8 റൺസ്. ഇങ്ങനെ ഓരോ ഓവറിലും വിക്കറ്റുകളും വീണ്ടും പോവുകയാണ്. അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവസാന ഘട്ടത്തിലൊക്കെ വിക്കറ്റ് ചീറ്റ് കൊട്ടാരം പോലെ വീണം കടിയുന്ന കാഴ്ച. കൃത്യമായിട്ട് പറഞ്ഞാൽ
അവർക്ക് അവരുടെ ബാറ്റ്സ്മാൻമാരുടെ കൂടെ സ്കോർ നോക്കിയാൽ വൈഭവ് സൂര്യവംശി 36, ജയ്സ്വാൾ 3, ജുറൽ 24, ഹെറ്റ്മയർ 6, ജഡേജ 38. ജഡേജ മാത്രമേ ബാറ്റ് ഉണ്ടാക്കിയത്. ഡൊണോവൻ ഫെരേര 4, ശുഭം ഡുബെ 15, ദാസുൽ ഷനാക്ക 16, ജോഫ്രെ ആർച്ചർ 5, ദേശ്പാണ്ഡെ 1, ബ്രിജേഷ് 1. ഇങ്ങനെ അവരുടെ ഇന്നിംഗ്സ് അവസാനിക്കുന്നു. 152 അവസാനിക്കുന്നു. 77 റൺസിന്റെ വമ്പൻ വിജയം. അവരുടെ 6 റൺസ് കൊണ്ടുള്ള വിജയമാണ് ജിറ്റി സ്വന്തമാക്കിയത്. 77 റൺസിന്റെ മാർജിൻ അവർ വിജയിച്ചപ്പോൾ പോയിന്റ് രണ്ടാമത്തെ ജിറ്റി കയറിയിട്ടുണ്ട്. സെമി സാധ്യത കൂടുതൽ ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ക്രിക്കറ്റ് എല്ലാ വിശേഷങ്ങളും എത്താം.